നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരാണ്. കിഷോറായിട്ട് വണ്ടി ഓടിക്കാൻ ഞാൻ ഓടിച്ചില്ല. ഇന്നലെ ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് പിന്നെ ആ ക്ഷീണം കണ്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. നമ്മള് കോഴിക്കോട് എത്തി. അപ്പൊ ഞങ്ങള് കോഴിക്കോട് എത്തിട്ടോ. തുതി നല്ല കുറക്കാട്ടാ. തുതി ഇന്നലെ ഇവര് കമ്പനിയെ കൊടുത്തിരുന്നു. ഞാൻ ക്ഷീണം കണ്ട് ഉറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ നമ്മുടെ ഗുജറാത്ത് യാത്ര ഇവിടെ ഇങ്ങനെ ആരംഭിച്ചേക്കാണ്. ഇനി നമുക്ക് പോണ വഴിക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്. ബ്രേക്ക് ലേശം കുറവുണ്ട്. അപ്പൊ കിഷോറിനും എടുക്കുന്ന കുറച്ചുകൂടി ഞാൻ ഓടിക്കും. അർജുൻ ചേട്ടൻ മരിക്കാൻ ആദ്യക്കണോ ആ വഴിക്കണോ? അതെ ആ വഴിക്കൂടെ ആ വഴിക്കൂടെ. അതിനൊന്നൊരു സ്ഥലത്തിന് പേര് പറയുന്നത് തിരൂര്. അപ്പൊ നമ്മൾ പോണത് ആ ഒരു വലിയൊരു ദുരന്തം നമ്മുടെ സ്ഥലത്തേക്കോടെ കേട്ടോ. നമ്മള് ടൈം ഉണ്ടെങ്കിൽ അവിടെ നിർത്തി നിങ്ങളൊന്ന് കാണിക്കാം. ഇല്ലെങ്കിൽ നമ്മള് നേരെ വിട്ടു പോകട്ടോ. അപ്പൊ ഞാൻ നിങ്ങക്ക് ശരിക്കും പരിചയപ്പെടുത്തുക. ഇവര് ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. പഠിച്ചു പറഞ്ഞാ അങ്ങനെ എല്ലാവരും പഠിച്ചു. അങ്ങനെ ഇവിടെ വരെ എത്തി. പക്ഷെ തോൽവിയിലാണ് നമുക്ക് ഓരോ വിജയം ഉണ്ടാവുക. തോറ്റവരാണ് ചരിത്രം സൃഷ്ടിച്ചതുള്ളൂ. നമ്മൾ ഏതെങ്കിലും കാലത്തൊക്കെ ഒരു ചരിത്രം സൃഷ്ടിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവന്റെ വീട് ചാലക്കുടിയാട്ടാ. ചാലക്കുടിയില് മേച്ചറാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവന്റെ വീട്. ഞങ്ങള് 8ാം ക്ലാസ് തൊട്ടുള്ള കമ്പനികള്. ആ കമ്പനി ഞങ്ങള് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുണ്ട്. ഇവ ഇടയ്ക്ക് എന്റെ ഒപ്പം വണ്ടിയിലൊക്കെ വരും. ഇവ അങ്ങനെ വിളിച്ചപ്പോ ഞാനും വന്നു. കുറെ നാളായി ഞങ്ങൾ ഇങ്ങനെ യാത്രക്ക് പോയിട്ട്. അതായത് യാത്ര കൂട്ടുന്നെ എന്തായാലും വെറുതെ ഇരിക്കണം. നമ്മളെ കറങ്ങാൻ ഇറങ്ങിയ ആളും നമുക്ക് ഇറങ്ങിയാൽ പോലെ എന്തായാലും നമ്മുടെ ചെക്കനൊക്കെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ധൈര്യമായിട്ട് ഇതിന്റെ ഒപ്പം കയറി പോന്നു. ഇനി ഒരു ഗുജറാത്തൊക്കെ കണ്ടിട്ട് വരാൻ വെച്ചു. അങ്ങനെ പറയാം നമ്മളിപ്പോ കൊയിലാണ്ടിട്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാ. ബ്രേക്ക് ഉള്ളതാട്ടോ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് സെറ്റ് ചെയ്തത്. അതിന്റെ അടിയിലാണ് അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ബ്രേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോ ഇവിടെ തെറിക്കും. അങ്ങനെ സമയം ഏകദേശം 10 മണിയായിട്ട് നമ്മളിപ്പോ മാഹി എത്തിണ്ടാ. അപ്പൊ ഇവിടെ നമുക്ക് ഡീസൽ അടിക്കണം, ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ട് പോവുള്ളൂ. ഈ പമ്പീന്ന് ഡീസൽ അടിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് പോവുള്ളൂ. പോണ വഴിക്ക് നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കണം. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് ഇറങ്ങണ്ട ഡീസൽ അടിക്കുക. നമുക്ക് ഡീസൽ അടിക്കണം. അപ്പൊ അതിനുവേണ്ടി വണ്ടി അവിടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അങ്ങനെ പമ്പില് ചേച്ചിമാർക്ക് കിഷോർ കരിക്ക് കൊടുക്കാണ്ടാ. കൂടെ സുതി പോണ്ട് വെറുതെ കിഷോർ കൊടുക്കണപ്പോ സുതിക്ക് ഈക്ക് അടിച്ചിട്ടാ. സുതി ചാടി കയറിയൊക്കെ എടുത്തിട്ട് വരൂ. അങ്ങനെ നമ്മള് ഡീസലൊക്കെ അടിച്ച് പമ്പിന്ന് ഇറങ്ങാണ്. ഇനിയിപ്പോ നമുക്ക് പോണ വഴിക്ക് വെള്ളം പിടിക്കണം, പിന്നെ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ നമുക്ക് പോണ വഴിക്ക് ഒന്ന് ഷോറൂമിലൊന്ന് കയറണട്ടാ. നമ്മുടെ ബ്രേക്ക് കാലത്ത് കാണിച്ചെങ്കിലും അങ്ങനെ സെറ്റ് ആയിട്ടില്ല. അപ്പൊ ഒന്നുകൂടി ഒന്ന് കയറ്റി കാണിച്ചിട്ട് പോവാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പോണ വഴിക്ക് ചിലപ്പോ പെടും. നമ്മൾ പറഞ്ഞ വഴിക്ക് ഷോറൂമിൽ കയറി. പക്ഷെ വിചാരിച്ച കാര്യം നടന്നില്ല. അവര് കൊടുക്കുന്ന പൈസ പറഞ്ഞ നമ്മൾ കാലത്ത് ബ്രേക്ക് സെറ്റ് ചെയ്തതിന് 100 ഉള്ളൂ. ഇവിടെ പറഞ്ഞത് 400+ GST അവര് പറയണേ. അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. നമ്മൾ ഇത് വെച്ചിട്ട് പോവാന്ന് വെച്ചു. ആ ചെക്കൻ ചെയ്ത സെയിം സാധനത്തിന് തന്നെയാണ് അവര് എമൗണ്ട് പറഞ്ഞേ. അതേപ്പോ വന്ന് ഞങ്ങൾ ഷോറൂമിൽ ഇറങ്ങി വരണ വഴിക്ക് ഒരു അപ്പാപ്പന്റെ ഒരു ചെറിയൊരു കട്ട ഊണ്. അവിടെ കയറി അടിപൊളി മീൻ വറുത്തതും നല്ലൊരു ഊണും കഴിച്ചു. അപ്പൊ നമ്മള് കണ്ണൂർ എത്തിണ്ട്. ഏകദേശം ഇപ്പൊ സമയം എത്രയാ? ഏകദേശം 1:25 അപ്പൊ നമ്മളങ്ങനെ കണ്ണൂരെത്തി. ഇനി ഇവിടുന്ന് പയ്യന്നൂര് നേരെ കാസർഗോഡ്, അവിടെ മംഗലാപുരം.
പോയിക്കൊണ്ടിരിക്കണ്ടേ എൻഎച്ചാണ് അറിയിക്കോളാ. നമ്മളെ ഏകദേശം ഇപ്പൊ ഒരു തലപ്പാടിയൊക്കെ എത്താറായിട്ട് നമ്മളെ പുതിയ എൻഎച്ച് കണ്ടപ്പോ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നു തോന്നി. അപ്പൊ അങ്ങനെ കാണിച്ചാട്ടാ. ഉടുപ്പിക്ക് ഇനി ഇവിടുന്ന് 98 കിലോമീറ്റർ. നമ്മൾ ഉടുപ്പി വഴിക്കൊക്കെയാണ് പോണേ. മുംബൈ 941 കിലോമീറ്റർ. അപ്പൊ മറ്റേ സമയം ഇപ്പൊ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ട്. അവിടെ ചെറുക്കനാവ് വരുന്നുണ്ട്. ആ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചേ. പൊറോട്ട മുട്ടക്കറി കഴിച്ചേ. അപ്പൊ നൈസായിട്ട് മഴ പൊടിയുണ്ട്. നമ്മളെ ലോറിക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിനൊന്നും ചിലപ്പോ ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോ ഫുഡും കിട്ടിയെന്ന് വരില്ല. എന്നാലും നമ്മൾ അതിനൊക്കെ തരണം ചെയ്ത് പോകണം. അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ ലോറിക്കാരും നമുക്ക് വേണ്ട അരി ആയാലും ഭക്ഷണ സാധനങ്ങളായാലും മറ്റെന്ത് സാധനങ്ങളായാലും കൊണ്ടുവരുന്നത്. ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മള് അധികം വൈകാണ്ട് ഇവിടെ തെറിക്കാൻ നോക്കാണ്ടോ. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോ മഴയത്ത് വിടും. നമുക്ക് പരമാവധി നേരത്തെ ഓടി കയറണം. നമ്മള് വിചാരിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്ര നല്ലത്.